ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പായസം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പായസം എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്, എന്നാൽ നമ്മളിന്നൊരു വെറൈറ്റി പായസമാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. പാൻ നന്നായി ചൂടായ ശേഷം നമ്മളതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് 1/2 സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ലോ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര പാനി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ബെല്ലം എടുത്തിട്ടാണ് നമ്മൾ ഈ ശർക്കര പാനി തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴവും ശർക്കരയും നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് പഴം ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് പഴം നന്നായിട്ട് വെന്ത് വന്ന് ഈ സമയം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും കൂടി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ 1ാം പാൽ നമ്മൾ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പായസം റെഡിയാവുന്നതാണ്. പഞ്ചസാരയും ഏലക്കയും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഈ ഒരു പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടി ഈ ഒരു പായസത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കടല ഒന്ന് റോസ്റ്റാക്കി ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാനിലേക്ക് കടല അല്പം നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് റോസ്റ്റാക്കിയെടുത്ത് ഈ ഒരു പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി പായസം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഹോംലി വ്ലോഗ്.